സാധാരണ വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ ശ്വാസം മുട്ടിയ ആള് മരിക്കാറാ പതിവ്. ഈ കേസിൽ അങ്ങനെയല്ല. മിറാക്കിളാ. ഇനി വെന്റിലേറ്റർ വയ്ക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, പുണ്യം ചെയ്യണം ഇതുപോലൊരു മകനെ കിട്ടാൻ. ആ പുണ്യം ഒരു അത്ഭുതം പോലെ ഇയാളുടെ അമ്മയുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഷീ ഈസ് നോട്ട് ഡൈയിങ്. എന്നുവെച്ചാ വെന്റിലേറ്റർ മാറ്റിയിട്ടും ഇയാളുടെ അമ്മ മരിച്ചില്ല. അവർ നാച്ചുറലായി ശ്വാസോച്ഛ്വാസം ചെയ്യാൻ തുടങ്ങി. അപ്പോ അത് തന്നെ, മരിക്കുമെന്ന് നമ്മളെല്ലാം ഉറപ്പിച്ച പ്രഭാവതി മരണത്തോട് പടവെട്ടി ജയിച്ചിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം ഇത്. അത്ഭുതം എന്നല്ലാതെ വേറെ വാക്കില്ല ഇതിനെ വിശേഷിപ്പിക്കാൻ. അപ്പോ രോഗി രക്ഷപ്പെടുമെന്നാണോ ഡോക്ടർ പറയുന്നത്? രക്ഷപ്പെട്ടുവെന്ന് ഞാൻ പറഞ്ഞില്ല, മരിച്ചില്ല എന്നേ പറഞ്ഞുള്ളൂ. കൃത്രിമമായി ശ്വാസം കൊടുത്തോണ്ടിരിക്കുവായിരുന്നല്ലോ ഇത്രയും നേരം. അതിന്റെ ആവശ്യം ഇനിയില്ല. എന്നുവെച്ചാ രക്ഷപ്പെട്ടു എന്ന അർത്ഥമല്ല. ഈ അവസ്ഥയിൽ എത്ര കാലം വേണോ രോഗി കിടക്കാം. പെട്ടെന്ന് മരിക്കുകയും ചെയ്യാം. എനിവേ, ഇപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാ നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവനും പ്രഭാവതി തെറ്റിച്ചിരിക്കുന്നു. എന്റെ പ്രാർത്ഥന കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അപ്പോ അവയവദാനം? അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേ വേണ്ട. കാശൊരുപാട് വേണ്ടി വരുമോ ഡോക്ടറെ ഇനി അങ്ങോട്ട്? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇംപ്രൂവ്മെന്റ് എത്രയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. നിനക്ക് സന്തോഷായില്ലേ മോനെ? ദൈവമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മയുടെ തിരിച്ചു വരവ് വെറും വരവല്ല. നീ സൂക്ഷിച്ചോ.